അദബറസ് USSൻ്റെ മറ്റൊരു QP സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഉറുദു പരീക്ഷ. ഒന്നാമത്തെ ചോദ്യം, ലദാഖി സഹേലി ഷാക്കിറ 7वीं ജമാഅത്ത് മേ പഠത്തി ഥി എന്നതാണ് ശരിയായ ഉത്തരം. വിട്ട ഭാഗം പൂരിപ്പിക്കാനായിരുന്നു ചോദ്യം. ലത അതുപോലെ ഷാക്കിറ ഒരു പെൺകുട്ടിയായതുകൊണ്ട് ഓപ്ഷൻ ബി പഠത്തി ഥി എന്നതാണ് ശരിയായ ഉത്തരം. दूसरा सवाल, इनमें कौन सा लफ्ज़ नामुनासिब है? ഇവയിൽ ഏത് ലഫ്സാണ് നാമുനാസിബായിട്ടുള്ളത്, കൂട്ടത്തിൽപ്പെടാത്തത്? കഹാനി, സഫർനാമ, നസ്മ്, ബയാനിയ. ഇവയിൽ ഓപ്ഷൻ സി നസ്മ് ഒഴികെ മറ്റുള്ളവ മുഴുവനും ഗദ്യ വിഭാഗത്തിൽ പെടുന്നതാണ്. നസം ഒരു പദ്യം ആയതുകൊണ്ട് സി ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ബർസാത്ത് സിർ പേ ആയി ഖാലി കഠായിലായി ഗിർ ഖിർ ഖെ ആയ ബാദൽ ഹർ സിമത് ഛായ ബാദൽ. യേ ഷേർ നസം ബർസാത്ത് സെ ലിയാ ഗയാ ഹെ. ബർസാത്തിൽ നിന്നുള്ള വരികളാണ് ഇത്, നാം പഠിച്ചതുമാണ്. ഇസ്കാ ഷായർ കോൻ ഹെ? അൽതാഫ് ഹുസൈൻ ഹാലി, അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, ജഫർ ഖോരക്പൂരി, ബ്രജ് നാരായൺ ചക്പസ്ത്. നമുക്കറിയാം ഇത് അൽതാഫ് ഹുസൈൻ ഹാലിയുടെ നസ്മാകുന്നു. ഓപ്ഷൻ എ അൽതാഫ് ഹുസൈൻ ഹാലി എന്നതാണ് ശരിയായ ഉത്തരം. അഗല സവാൽ, ഹിന്ദ് കി അങ്കുഷ്തരി കാ ഹേ നഗീന കേരള ഹേ കൈ അഷ്യായ നാദിർ ക ഖസീന കേരള. ഷേർ താൾ സെ പഠിയെ. ഈ ഷേർ താളത്തിൽ വായിക്കുക. ഇസ്മേം ഹം ആവാസ് അൽഫാസ് ചുൻകർ ലിഖിയെ. ഈ പാട്ടിലെ ഹം ആവാസ് അൽഫാസ് ഏതാണെന്ന് എഴുതാനാണ്. ഇത് SM സർവറിൻ്റെ പദ്യമാണ്. SM സർവർ എഴുതിയ, കേരളത്തെക്കുറിച്ച് എഴുതിയ മനോഹരമായ ഈ പദ്യത്തിലെ ശരിയായ ഹം ആവാസ് അൽഫാസ് ഓപ്ഷൻ സി നഗീന ഖസീന. നഗീന ഖസീന എന്ന ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, കേരള കാ യൗമെ പൈദായിഷ് കബ് മനായ ജാത്താ ഹെ? യൗമെ കേരള അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജന്മദിനം, കേരള പിറവി ദിനം എന്നാണ് ആഘോഷിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. നവംബർ 1. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നവംബർ 1. സവാൽ നമ്പർ 6, ഛേ ഗൗർ സെ ദേഖിയെ ഇൻമേ കോൻ സാ ജോഡ് സഹി നഹി ഹെ? കഥകളി കേരള, കഥക് കേരള, ഓണം കേരള, കുടുംബശ്രീ കേരള. ഇവയെല്ലാം കേരളവുമായി ബന്ധപ്പെട്ടതിൽ ഇതിൽ ഏതാണ് തെറ്റ് എന്നതാണ് ചോദ്യം. ശരിയല്ലാത്തത് ഏതെന്നാണ്. കഥകളി കേരളത്തിലെ ഫന്നാണ്, ഒരു ആർട്ടാണ്, ശരിയാണ്. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്, ഔദ്യോഗികമായ ഉത്സവമാണ്, അതും ശരിയാണ്. കുടുംബശ്രീ കേരളത്തിലെ ഒരു മൻസൂബയാണ്, അതും ശരിയാണ്. കഥക് കേരള എന്നതാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 7വാം സവാൽ, 7ാമത്തെ ചോദ്യം, ഔറത്തിൻ കി ഏക് അഞ്ജുമൻ ഹെ? ഔറത്തോं की एक अंजुमन है വനിതകളുടെ ഒരു കൂട്ടായ്മയാണ്. കർഷകശ്രീ, കുടുംബശ്രീ, കേരളശ്രീ, യുവശ്രീ. നമുക്കറിയാം നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഒരു പാഠം തന്നെ ഉണ്ട്. കുടുംബശ്രീ എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അഗല സവാൽ, ഖാനെ അലിഫ് കോ ഖാനെ ബേ സെ മിലായെ और नीचे दिए സഹി ജോഡ് ചുൻകർ ലിഖിയെ. ബി ഹലിഫിൽ നിന്ന് ബേ കോളത്തിൽ ശരിയായത് തിരഞ്ഞെടുത്ത് താഴെ കൊടുത്തവയിൽ ഏതാണ് ശരിയെന്ന് എഴുതാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഇതിൽ എ പാർട്ടിൽ 3, 1, 2, 3 ഉണ്ട്. ബേ പാർട്ടിൽ 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തേത് കൗമി ഫല്ലാണ്. നമ്മുടെ കൗമി ഫല്ല് ഏതാണ്? ആമാണ്. അപ്പോൾ 1, 2 ഓപ്ഷൻ വരുന്നുള്ളത് നോക്കുക. 1, 2 ഓപ്ഷൻ വരുന്നത് ബി 1, 2 ആണ്. അടുത്ത് കൗമി ഫൂല്. കൗമി ഫൂല് കവലാണ്, അത് 2, 1 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ബി ആണ് ശരിയായ ഉത്തരം എന്ന് കാണാം. മൂന്നാമത്തേത് കൗമി ഫരിന്ദ മോറാണ്, അത് കറക്റ്റാണ്. കൗമി ഫരിന്ദ മോർ. അപ്പോൾ 1, 2, 2, 1, 3, 4 ഈ രീതിയിൽ ശരിയായ ജോഡി വരുന്നത് ബി ഓപ്ഷനാണ്. ബി ആണ് ശരിയായ ഉത്തരം. അഗല സവാൽ, रियासत केरला में कितनी नदियाँ है?
റിയാസത്തെ കേരളമേ കിത്തിനി നദിയായി. കേരള സംസ്ഥാനത്ത് എത്ര നദികൾ ഉണ്ട് എന്നതാണ് ചോദ്യം. നമുക്കറിയാം കേരള സംസ്ഥാനത്തിലുള്ളത് 44 നദികളാണ്. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം ച ആണ്, അതുകൊണ്ട് 4 ആണെന്നറിയാം. എല്ലാം 4 അവസാനിക്കുന്ന അക്കങ്ങൾ തന്നെയാണ്. അപ്പോൾ 40-ന് 40 ആണ് പറയുക. അപ്പോൾ ഉത്തരം 44 എന്നതാണ്. ഡി ആണ് ഉത്തരം. അടുത്തത് 10ാമത്തെ ചോദ്യം. അഷാർ പഠിയെ സാരി ദുനിയാ മേ ये जाकर रोज़ी अपनी लाएम कमाकर थकनान काम नहीं है, किस जान का नाम नहीं है, तुम भी काम करो कुछ ऐसा, नाम केरला का हो ऊंचा, इनमें शायर किसके बारे में कहते हैं ना. പുതിയ വരികളാണ്, നമ്മൾ കേൾക്കാത്തതാണ്, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ പറയുന്നത് എന്തിനെക്കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ദുനിയ കെ ബാരേമേ, കാം കെ ബാരേമേ, കേരള കെ ബാരേമേ, നാം കെ ബാരേമേ. ലോകത്തിൻ്റെ ഏത് കോണുകളിൽ ചെന്നിട്ടായാലും തൻ്റെ ഭക്ഷണത്തിനുള്ള വക ജോലി ചെയ്തുകൊണ്ട് വിശപ്പ് മാറ്റി കേരളത്തിൻ്റെ നാമം ഉയർത്തണം എന്നതാണ് ഈ കവിതയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ചുള്ള പദ്യമാണ്. സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. പഹേലി ബോജിയെ സഹി ജവാബ് ചുൻ ലീജിയെ. ഫൂലോं का एक त्यौहार हूँ, പൂക്കളം से सजाता हूँ, മഹാബലി की शान हूँ, बोलो बोलो मैं कौन. വളരെ സിമ്പിളാണ്. ഫൂല്, തെഹ്വാർ, പൂക്കളം, മഹാബലി എന്നൊക്കെ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഉത്തരം പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ സി ഓണം എന്നതാണ് ഉത്തരം. അടുത്ത് ഇൻമേ കേരള കാ തഫ്രീഹി മക്കാമ് ഹേ. താഴെ കൊടുത്തവയിൽ കേരളത്തിലെ തഫ്രീഹി മക്കാമ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 4 നല്ലോണം വായിച്ചാൽ മതി. മൈസൂര്, മൂന്നാർ, കാശ്മീർ, ജയ്പൂർ. ഇതിലേതാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ സിമ്പിളാണ്. ബാക്കി 3 കേരളത്തിന് പുറത്താണ്. ഇതിലേതാണ് കേരളത്തിലുള്ളത്? കേരളത്തിലുള്ളത് ഓപ്ഷൻ ബി മൂന്നാർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള അടുത്ത ചോദ്യമാണ്. ജുംല ഗൗർ സെ പഠിയെ. സീബ്ര ലൈൻ पर ही सड़क पार करनी चाहिए, सड़क पर लाल सिग्नल है तो साइकिल आगे चलाए, गाड़ी चलाते वक्त मोबाइल फ़ोन इस्तेमाल करें, सड़क के दाएं तरफ से चलना चाहिए, इनमें कौन से जुमले सही है? ഇവയിൽ ഏതെല്ലാം ശരിയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സീബ്ര ലൈനിൽ കൂടെ മാത്രമേ നമുക്ക് സടക്ക് മുറിച്ച് കടക്കാൻ പറ്റുള്ളൂ. ലാല് സിഗ്നലായ നമ്മൾ നിർത്തുകയാണ് വേണ്ടത്, പോവല്ല. അപ്പോൾ സീബ്ര ലൈനിൽ സടക്ക് പാർ കർണ എന്നുള്ളത് എന്തായാലും ശരിയാണ്. 1 ശരിയാണ്, 2 തെറ്റുമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷന് 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ അത് ശരിയല്ല. 3 ശരിയാണ് എന്നുള്ളതാണ്. പക്ഷേ 1ൻ്റെ കാര്യം അവിടെ പറയണില്ല, അപ്പോൾ അതും ശരിയല്ല. ഓപ്ഷൻ സി 4 ശരിയല്ല എന്നാണ് പറയുന്നത്. 4ാമത്തെ എന്താണ്? സടക്കിലെ ദായം തരഫ് ചലന ചാഹിയെ എന്നുള്ളതാണ്. പക്ഷെ അവിടെ 1 പറയുന്നില്ല. അതുകൊണ്ട് പിന്നെ 1ഉം 4ഉം ശരിയാണെന്നുള്ള സി ഡി ആണ് ഉത്തരം. 1, 4 ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നമുക്കറിയാവുന്നത് വെച്ചിട്ട് അറിയാത്തതിനെ നമുക്കിങ്ങനെ വെട്ടിക്കളഞ്ഞ് ശരിയായതിനെ കണ്ടെത്തിയാൽ മതി. അടുത്ത ചോദ്യം. ജയ് ജവാൻ ജയ് കിസാൻ ഏ മഷ്ഹൂർ ഖൗൽ കിസ്കാ ഹെ. ജയ് ജവാൻ ജയ് കിസാൻ എന്നത് ഒരു പ്രശസ്തമായ കൗലാണ്. ഇത് ആരുടേതാണ്? ഏത് മുജാഹിദെ ആസാദിയുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ച് 6ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. ആജ് കൽ ഹവായി ആലൂദഗി ബഡ്നെ കി വജാ ഹേ. ഇന്നത്തെ കാലത്ത് ഹവായി ആലൂദഗി വർദ്ധിക്കാനുള്ള കാരണം താഴെ പറയുന്നവയിൽ ഏത്? നമ്മളത് മനസ്സിലാക്കേണ്ടത് ആലൂദഗി എന്ന് പറഞ്ഞാൽ മലിനീകരണം എന്നുള്ളതാണ്. മലിനീകരണം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് താഴെ നോക്കിയാൽ മനസ്സിലാവും. ബൈൽഗാഡിയോങ്കി താദാദ് ബഡിനേസെ. കാളവണ്ടികൾ കൂടിയാൽ ബൈൽഗാഡി ഹവായി ആലൂദഗി ഉണ്ടാവില്ല. കഷ്തിയോങ്കി താദാദ് ബഡിനേസെ.
കഷ്തി എന്ന് പറഞ്ഞാൽ തോണിയാണ്. തോണി വർദ്ധിച്ചതുകൊണ്ട് എന്തുണ്ടാവില്ല? ഹവായി ആലൂദകി ഉണ്ടാവില്ല, വായുമലിനീകരണം ഉണ്ടാവില്ല. മോട്ടോർ ഗാഡിയോം കി താദാദ് സെ, ഒരുപാട് മോട്ടോർ സൈക്കിളുകൾ റോഡ് കൂടെ എങ്ങനെ എന്താണ് ചീറിപ്പാഞ്ഞു പോയാൽ ഹവായി ആലൂദകി ഉണ്ടാകും. സൈക്കിളുമെന്ന് എന്തുണ്ടാവില്ല? ഹവായി ആലൂദകി ഉണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻ സി ശരിയായ ഉത്തരം. ഓപ്ഷൻ സി മോട്ടോർ ഗാഡിയോം കി താദാദ് സെ, താദാദ് ബഡ്നെ സെ. ഇതാണ് ശരിയായ ഉത്തരം. ഇപ്പം എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരങ്ങൾ എത്ര കിട്ടി എന്നുള്ളത് കമൻ്റ് ചെയ്യുക. വരുന്ന USSനുള്ള കുട്ടികൾക്ക് കൂടി ഇത് ഉപകാരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള QP സീരീസ് നമ്മുടെ ഗുൽസാറിൽ ചെയ്തിട്ടുള്ളത്. 2015 മുതൽ 2026 വരെ നടന്ന എല്ലാ USS പരീക്ഷയിലെയും ഉറുദു ചോദ്യപേപ്പർ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം വരുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.